ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. നമ്മൾ നിസ്കാരത്തിൽ ഇമാമത്ത് അല്ലേ, നിസ്കാരത്തിൽ ഇമാമത്തിനെ കുറിച്ചുള്ള അധ്യായമാണ് വിശദീകരിക്കുന്നത്. ജമാഅത്തായിട്ടുള്ള നിസ്കാരവും അതേപോലെ തന്നെ അത് ഇമാമത്ത് അതുമായി ബന്ധപ്പെട്ട മസലകളാണ് പറയുന്നത്. അതിൽ ഇന്നത്തെ ഒന്നാമത്തെ ഹദീസ് അംർ ബിൻ സലമയിൽ നിന്നുള്ള ഹദീസാണ്. അൻ അംർ ബിൻ സലമത റളിയല്ലാഹു തആല അൻഹു ഖാല അബി ജിഅ്തുകും മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖൻ ഖാല ഫഇദാ ഹദറത്തിസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ അഹദുകും വലയഉമ്മകും അക്സറുകും ഖുർആന ഫനദറു ഫലം യകുൻ അഹദുൻ അക്സറ മിന്നി ഖുർആന ഫഖദ്ദമൂനി വഅന ഇബ്നു 60 ഔ 7 സിനീൻ. ايش اكثر قرانا مني اكثر مني قرانا ناصر كلا اكثر مني قرانا في ما في مشكله രണ്ടായാലും വിഷയമല്ല. ഹദീസ് റവാഹുൽ ബുഖാരി അല്ലേ, റവാഹുൽ ബുഖാരി വ അബൂ ദാവൂദ് വ നസായി. ഈ ഹദീസ് അൻ അംർ ഇബ്നു സലമ, അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അംർ ബിൻ സലമ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാപ്പ അംർ ബിൻ സലമ, അദ്ദേഹത്തിൻ്റെ വാപ്പ സലമത്ത് ബിൻ നുഫൈ അൽ ജുർമി അല്ലെങ്കിൽ അൽ ജർമി, ജർമി എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വരവ്. സലമത്ത് ബിൻ നുഫൈ അൽ ജർമി, വാപ്പ സലമ ഇബ്നു നുഫൈ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖാല അബി, എൻ്റെ വാപ്പ പറഞ്ഞു എന്നാണ് ആര് പറയുന്നത്? അംർ ബിൻ സലമ പറയുന്നത്. അംർ പറയുന്നത് ഖാല അബി, എൻ്റെ വാപ്പ പറഞ്ഞു എന്നാണ്. അപ്പോൾ വാപ്പ ആരാ? സലമത്ത് ബിൻ നുഫൈ അൽ ജർമി അല്ലെങ്കിൽ ജുർമി. എൻ്റെ വാപ്പ സലമ പറഞ്ഞു. അംർ ബിൻ സലമ അദ്ദേഹം ആണ് പിന്നെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാപ്പ പറഞ്ഞതായിട്ട് മകനാണ് പറയുന്നത്. അബു ബുറൈദ് ഹിജ്റയുടെ 85 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ അംർ അലാകുല്ലിൻ അദ്ദേഹം പറയാണ്, അംർ ബിൻ സലമ പറയാണ് ഖാല അബി, എൻ്റെ വാപ്പ സലമത്ത് ബിൻ നുഫൈ അൽ ജുർമി പറഞ്ഞു, സലമത്ത് എൻ്റെ വാപ്പ പറഞ്ഞു, ജിഅ്തുകും മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെന്ന് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് വന്നിട്ട് പറയാണ്, ജിഅ്തുകും, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു, അലൈക്കും സലാം, മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന്, ഞാൻ നബിയുടെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്ന് വാപ്പ സലമ എന്ത് ചെയ്യണം? നാട്ടുകാരോട് ചെന്ന് പറയാണ്. അത് അംർ കേട്ടത്, മകൻ കേട്ടത് മകൻ പറയാണ്. വാപ്പ പറഞ്ഞു, ജിഅ്തുകും മിൻ ഇൻദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ അടുക്കൽ നിന്നാണ് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ഹഖൻ, ഹഖൻ എന്നാണ് എന്താ? തീർച്ചയായും. ഇവിടെ ചിലർ ഹഖൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഹക്കായി നിയോഗിച്ച നബിയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. കാല ഈ ഇദ്ദേഹം പറയണം, വാപ്പ പറയാണ്, അംർ ബിൻ നുഫൈ പറയണം, വാപ്പ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഫൈദാ ഹദറത്തിസ് സലാത്തു, നമസ്കാരം ഹാജറായാൽ, എന്താ നിസ്കാര സമയം ആയാൽ, ഫൈദാ ഹദറത്തിസ് സലാ ഫൽയുഅദ്ദിൻ അഹദുകും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ, ഫൽയുഅദ്ദിൻ അഹദുകും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ, വലിയ ഉമ്മക്കും, നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കട്ടെ, അക്സറുക്കും ഖുർആന, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവർ, അക്സറുക്കും ഖുർആന, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവർ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ ബനു ജുറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞതാണ്, നിസ്കാര സമയമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കണം, എന്നിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവർ ഇമാമത്ത് നിന്ന് നിസ്കരിക്കണം. ഇത് അംർ ബിൻ നുഫൈ പറഞ്ഞത് മകൻ സലമത്ത് റിപ്പോർട്ട് ചെയ്യണം.
അങ്ങനെ എന്താ അദ്ദേഹം പറയണത്? ഫനബറു. അപ്പോൾ വാപ്പത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണല്ലോ, നിസ്കാര സമയമായി. അപ്പോൾ അവർ നോക്കി. ഫനബറു ഫലം യകുൻ അഹദുൻ അക്സറ മിന്നി ഖുർആന. ഫലം യകുൻ അഹദുൻ, ആരും ഉണ്ടായിരുന്നില്ല, അക്സറ മിന്നി, എന്നേക്കാൾ കൂടുതലായി ഖുർആൻ അറിയുന്നവർ, എന്നേക്കാൾ കൂടുതൽ ഖുർആൻ അറിയുന്നവരായിട്ട് ആരും ഉണ്ടായില്ല. ആരാ ഈ പറയണത്? ആരാ പറയണത്? അമ്രാണ് പറയുന്നത്. അമ്ര, മനസ്സിലല്ലേ? വാപ്പ വന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ നിസ്കാരത്തിന് സമയമായി. അപ്പോൾ നോക്കി, ആർക്കാ കൂടുതൽ ഖുർആൻ അറിയണമല്ലോ നിൽക്കണം എന്നാണ്, ഇമാം നിൽക്കണം എന്നാണ്. അപ്പോൾ നോക്കി, അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവർ ആരും ഉണ്ടായില്ല. ഫനബറു ഫലം യകുൻ അഹദുൻ അക്സറ മിന്നി ഖുർആന, എന്നേക്കാൾ കൂടുതൽ ഖുർആൻ അറിയുന്നവർ ആരും ഉണ്ടായില്ല. ഫഖദ്ദമൂനി, അപ്പോൾ അവർ എന്നെ എന്ത് ചെയ്ത്? ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിർത്തി. ഫഖദ്ദമൂനി, അവർ എന്നെ ഇമാമത്ത് നിൽക്കാൻ മുന്നോട്ട് നിർത്തി. വ അന ഇബ്നു സിത്തിൻ ഔ സബ്ഇ സിനീൻ. വ അന, അപ്പോൾ ഞാൻ, ഇബ്നു സിത്തിൻ, 6 വയസ്സുകാരനാണ്, ഔ സബ്ഇൻ, അല്ലെങ്കിൽ 7 വയസ്സുകാരനാണ്. അന ഇബ്നു സിത്തിൻ, ഇബ്നു സിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 6ൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ 6 വയസ്സുകാരൻ എന്നുള്ള പ്രയോഗമാണ് ഇബ്നു സിത്ത്. ഔ സബ്ഇ സിനീൻ, അല്ലെങ്കിൽ 7 വയസ്സുകാരനാണ്. നിങ്ങളെന്താ മനസ്സിലാക്കി? ഇബ്നു സിത്തി പറഞ്ഞ മിസ്രികൾ സിത്തി അറിയും, ആ സിത്തി അല്ലത്, ഇത് 6 എന്നുള്ള അർത്ഥത്തിലാണ്. ഇബ്നു സിത്തിൻ ഔ സബ്ഇ സിനീൻ, ഞാൻ 6 വയസ്സുകാരനാണ്, അല്ലെങ്കിൽ 7 വയസ്സുകാരനാണ്. ഖലാസ്. ഹദീസ് ഇമാം ബുഖാരിയും അബൂദാവൂദും നസായിയാണ് നിവേദനം ചെയ്തിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ ഹദീസ് അറിയിക്കുന്നത്? എന്താ ഇപ്പോൾ ഹദീസിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എന്തിനാ ഈ ഹദീസ് കൊണ്ടുവന്ന്? നിസ്കാര സമയമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്ക് വിളിക്കണം. ബാങ്ക് എല്ലാവരും വിളിക്കേണ്ട കാര്യമല്ല, ഒരാൾ വിളിച്ചാൽ മതി. അപ്പോൾ ബാങ്കിൻ്റെ ഹുക്കം എന്താണ്? ഫർദ് കിഫായാണ്. എന്നാൽ സമൂഹത്തിൽ ഒരാൾ നിർവഹിച്ചാൽ എന്ത് ചെയ്യും? എല്ലാവരുടെ ബാധ്യതയും വീടി. ഒരാളെങ്കിലും എന്ത് ചെയ്യണം? നാട്ടിൽ ബാങ്ക് വിളിക്കണം, ബാങ്ക് വിളിക്കണം. അതാണ് ഫല്യുഅദ്ദിൻ അഹദുക്കും, നിങ്ങൾ ഒരാൾ ബാങ്ക് വിളിച്ചാൽ മതി, അല്ലേ? വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന, അതാണ് രണ്ടാമത്തെ കാര്യം. എന്താ? ഇമാമ നിൽക്കേണ്ട ആരാണ്? ഖുർആൻ കൂടുതൽ അറിയുന്നവരാണ്. ഈ ഹദീസ് ബാങ്ക് വിളിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഇമാമത്തിനാണെന്ന് അറിയിക്കുന്നു. വലൈക്കും സലാം. ബാങ്ക് വിളിയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ആയിരിക്കാം? ഇമാമ നിൽക്കുന്നതിനാണ് അറിയിക്കുന്നുണ്ട് ഈ ഹദീസ്. എങ്ങനെയാണ് അത് അറിയിക്കുന്നത്? ബാങ്ക് ആരെങ്കിലും ഒരാൾ വിളിച്ചാൽ മതി, പക്ഷേ ഇമാമത്ത് ആയിരിക്കണം? അക്സറുക്കും ഖുർആൻ. അപ്പോൾ ഇമാമത്തിനാണ് കൂടുതൽ ശ്രേഷ്ഠത ബാങ്ക് വിളിയേക്കാൾ. ബാങ്ക് വിളിക്കും നല്ല ശ്രേഷ്ഠത ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ താരതമ്യേന ഇമാമത്ത് നിൽക്കാനാണ് കൂടുതൽ, അതിനാണ് ശ്രേഷ്ഠത. തയ്യബ്. അടുത്തത് നോക്കി. ഫനബറു ഫലം യകുൻ അഹദുൻ അക്സറ മിന്നി ഖുർആന. അവർ നോക്കി, നാട്ടിൽ നോക്കിയപ്പോൾ എന്നോളം ഖുർആൻ അറിയുന്ന പോലെ ആരുമില്ല എന്നാണ്. ഈ എന്നോളം എന്നറിയുന്നത് ആരാ? 6 വയസ്സുകാരനാണ്, അല്ലെങ്കിൽ 7 വയസ്സുകാരനാണ്. എങ്ങനെ അംർ ബിൻ സലമക്ക് കൂടുതൽ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റി? എങ്ങനെ പറ്റി? അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം മക്കയുടെയും മദീനയുടെയും ഇടയിലാണ് ഇവരുടെ ഗോത്രം, മനസ്സിലായില്ലേ? അപ്പം മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്രാ സംഘം പോകുമ്പോൾ സഹാബികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുട്ടി പോയിട്ട് എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്? സഹാബികളിൽ നിന്ന് ഖുർആൻ പഠിക്കുമായിരുന്നു എന്നാണ്. പോകുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഖുർആൻ ചോദിക്കും. അപ്പോൾ ഖുർആൻ കൂടുതൽ അറിയുന്നവരുടെ അടുക്കൽ ഇരുന്നിട്ട് ഖുർആൻ പഠിക്കുമായിരുന്നു എന്നാണ്, മനസ്സിലായത്? അതുകൊണ്ടാണ് ഈ 6 വയസ്സുകാരൻ അല്ലെങ്കിൽ 7 വയസ്സുകാരന് കൂടുതൽ ഖുർആൻ അറിയുന്നത്, മനസ്സിലായോ? അതാണ് അംർ ബിൻ സലമൻ്റെ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. അംർ ബിൻ സലമൻ്റെ പ്രത്യേകത, അദ്ദേഹം ഖുർആൻ അന്വേഷിക്കുകയും അങ്ങനെ ഖുർആൻ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം, ചരിത്രത്തിൽ ആ സ്ഥാനം അദ്ദേഹത്തിന് പിന്നെ നിലനിന്ന്. അത് ഖുർആൻ അദ്ദേഹം വില കൽപ്പിച്ചുകൊണ്ടാണ്, ഖുർആൻ അദ്ദേഹം വില കൽപ്പിച്ചുകൊണ്ടാണ്. ഖുർആൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖുർആൻ കൂടുതൽ അറിയാൻ പറ്റിയത്. അങ്ങനെ 6 വയസ്സിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നു. അപ്പോൾ ഹദീസ് മനസ്സിലാക്കി തരുന്നത് എന്താണ്? പിന്നെ 6 വയസ്സുകാരന് 7 വയസ്സുകാരന് എന്ത് ചെയ്യുക? ഇമാമത്ത് നിന്നാൽ നിസ്കാരം സാധുവാകും. പക്ഷേ അവിടെ വിഷയം എന്തായിരിക്കണം? ഖുർആൻ അറിയണം എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഒരു മസ്അല ഉള്ളത്, 6 വയസ്സുകാരന് 7 വയസ്സുകാരന് ഇമാമത്ത് നിൽക്കാൻ മാത്രം തമീസ് എത്തുമോ? വകതിരിവെത്തുമോ? തമീസ് വേണമല്ലോ,
നിസ്കാരത്തിൽ തമീസ് വേണം. തമീസ് എന്ന് പറഞ്ഞാൽ എന്താ? വകതിരിവ്. നിസ്കാരം ജനങ്ങളായിട്ടുള്ള നിസ്കാരമാണ്. അപ്പോൾ അതിൽ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്ത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കൂ, ഇഅ്തിദാൽ, സുജൂദ്, ഇതൊക്കെ എന്ത് ചെയ്യണം? വേറെ വേറെ ചെയ്യണ്ടേ? അതിനെന്ത് ചെയ്യണം? ഒരാൾക്ക് വകതിരിവ് എത്തണം. അതൊരു 6 വയസ്സുകാരനുണ്ടാവുമോ അല്ലെങ്കിൽ 7 വയസ്സുകാരനുണ്ടാവുമോ? ഈ ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് തമ്മീസിൻ്റെ വകതിരിവിൻ്റെ പ്രായം ഫുഖഹാക്കൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത്. 8 വയസ്സിന് ചുവടിൽ വകതിരിവെത്തും ചിലർ പറഞ്ഞു, ചിലർ 7 വയസ്സിലെത്തും. കാരണം റസൂലുള്ള 7 വയസ്സുകാരനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാനാണ് കൽപ്പിച്ചത്. മുറു ഔലാദക്കും അബ്നാഉ സബഈൻ, 7 വയസ്സുള്ള കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കണം എന്നാണ്. അപ്പോൾ 7 വയസ്സിലാണ് വകതിരിവെത്തുക എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞില്ല 6-ാം വയസ്സിൽ തന്നെ വകതിരിവെത്തും. കാരണം എന്താ? ഇവിടെ അംർ ഇബ്നു സലമ 6-ാം വയസ്സിലാണ് ഇമാമൻ നിസ്കരിച്ചത് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വകതിരിവിൻ്റെ വിഷയം ചിലർക്ക് 15 വയസ്സായാലും വകതിരിവെത്തൂല. ചിലർക്ക് പടച്ചവൻ്റെ ഒരു അനുഗ്രഹമാണ്, അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്യും? വകതിരിവെത്തും. ഏതായാലും 6 വയസ്സിന് താഴെ വകതിരിവിന് സാധ്യത കുറവാണ്. പക്ഷേ 6 വയസ്സായിട്ടുണ്ടെങ്കിൽ വകതിരിവ് എത്തിത്തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കാം. വകതിരിവിനെ നിശ്ചയിക്കണത് എന്തല്ല, വയസ്സ് മാത്രമല്ല, പിന്നെയോ ഓരോ കുട്ടികളുടെയും വ്യക്തിത്വമാണ്. പിന്നെ 6 വയസ്സായി 7 വയസ്സായി ഖുർആൻ അറിയും, നിസ്കരിക്കാനുള്ള വകതിരിവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിസ്കാരം ഇമാമത്ത് സാധുവാകും. ഇമാമത്ത് അയാളുടേത് സാധുവാകും. ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ ഇമാമത്ത് സാധുവാകുമോ സഹീഹാകുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുട്ടികൾ ഇമാമത്ത് നിന്നാൽ, പ്രായപൂർത്തിയാണതിന് മുമ്പുള്ള കുട്ടികളുടെ ഇമാമത്ത് സാധുവാകുമോ ഇല്ലേ എന്നുള്ളതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഫുഖാക്കൾക്കിടയിൽ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഷാഫി മദ്ഹബിലെ ഫുഖാക്കളാണ് പറഞ്ഞത്, കുട്ടികൾ ഇമാമത്ത് നിന്നാൽ ഇമാമത്ത് സാധുവാകും, ശരിയാകും. അത് ഫർദ് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും. തറാവീഹിന് ഒരു കുട്ടി ഇമാമെന്ന്, ദുഹർ നിസ്കാരത്തിന് ഒരു കുട്ടി ഇമാമെന്നുണ്ടെങ്കിൽ ഇമാമത്ത് എന്താണ്? ശരിയാണ്. അതേസമയം ഹനഫികൾ പറഞ്ഞത് ഫർദ് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും കുട്ടികളുടെ ഇമാമത്ത് ശരിയാവില്ല. കുട്ടികൾ ഇമാമത്ത് എന്നുണ്ടെങ്കിൽ ആ ഇമാമത്ത് സാധുവാവില്ല എന്നുള്ളതാണ് പിന്നെ ഹനഫികളുടെ പക്ഷം. മാലിക്കികളും ഹംബലികളും പറഞ്ഞത് ഫർദ് നിസ്കാരത്തിൽ സാധുവാവില്ല, സുന്നത്ത് നിസ്കാരത്തിൽ കുട്ടികളുടെ ഇമാമത്ത് ശരിയാകും എന്നുള്ളതാണ്. ഓരോരുത്തരും തങ്ങളുടേതായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ശരി എന്താ? ശരി നമുക്ക് ഇവിടെ തെളിവിനനുസരിച്ച് ആരാ പറയുന്നത് എന്നുള്ളതാണ്. ഷാഫിയാക്കളുടേതാണ് ശരി. എന്തുകൊണ്ട്? ഷാഫി മദ്ഹബിൽ അവർ പറഞ്ഞത് ഫർദ് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും കുട്ടികളുടെ ഇമാമത്ത് എന്താണ്? കുട്ടികൾ ഇമാമെന്ന നിസ്കാരം ശരിയാണ്, ഇമാമത്ത് ശരിയാണ്. എന്തുകൊണ്ട്? തെളിവ് ഇതാണ്, ഈ ഹദീസാണ്. ഇവിടെ കുട്ടിയാണ് ഇബ്നു സിത്തീൻ ഔ സബഈൻ, മനസ്സിലല്ലേ? കുട്ടിൻ്റെ ഇമാമത്ത് ഇവിടെ ശരിയായി എന്നുള്ളതിനുള്ള തെളിവാണ്. ഇത് ഫർദ് നിസ്കാരത്തിലുമാണ്, ഇത് ഫർദ് നിസ്കാരത്തിലാണ്, സുന്നത്ത് നിസ്കാരത്തിലല്ല. അപ്പോൾ തെളിവ് അറിയിക്കുന്നത് നിസ്കാരം ശരിയാകും എന്നുള്ളതാണ്. ഈ ഹദീസ് അത് അറിയിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഹദീസ്, അംർ ഇബ്നു സലമയിൽ നിന്നുള്ള ഹദീസ്. ജിഅ്തുകും മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖൻ ഖാൽ ഫഇദാ ഹദറത്തിസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ അഹദുകും വലയ ഉമ്മക്കും അക്സറുക്കും ഖുർആന വലയ ഉമ്മക്കും അസ്തഗ്ഫിറുല്ലാഹ് ഫൽയുഅദ്ദിൻ അഹദുക്കും വലയ ഉമ്മക്കും അല്ലേ? 3 വലിയ ഉമ്മുക്കും മാ എന്നാണോ അതല്ല 3 മാന്നല്ലേ? വലിയ ഉമ്മക്കും നിങ്ങളതില്ല, അതാണ് ശരി. വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന, വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന. വലിയ ഉമ്മക്കും അക്സറുക്കും ഖുർആന. فنظروا فلم يكن أحد أكثر مني قرآنا فقدموني وأنا ابن 6 أو 7 سنين رواه البخاري وأبو داود والنسائي. طيب ini രണ്ടാമത്തെ ഹദീസ്. അൻ ഇബ്നു മസ്ഊദ് ആണ് അബി മസ്ഊദ് ആണ്? നിങ്ങളിലേതാ? ഇബ്നു മസ്ഊദ്. നിങ്ങളതില്ല നാസർക്ക? ഇബ്നു മസ്ഊദാ?
അതിൽ അബി മസ്ഊദ്, അബി മസ്ഊദാണ് ശരി. അൻ അബി മസ്ഊദിനിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അബൂ മസ്ഊദിൽ നിന്നുള്ള ഹദീസാണിത്. പക്ഷേ പല നുസ്ഖകളിൽ ഇബ്നു മസ്ഊദാണ്. നാസിർ ഖാൻ്റെ ആ കോപ്പിയിലും അതാണല്ലേ, ഇബിനാണല്ലേ, ഇബ്നു മസ്ഊദ്. അൻസാരി എന്ന് എഴുതിക്കണ അതിൽ ഇല്ല, നിങ്ങളില്ല, അബി മസ്ഊദ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരില്ല അബി മസ്ഊദ്? അതിലെന്താണ് എഴുതിക്കണമെന്ന് വായിച്ചാണ്? അൻ അബി മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, അത്രേ ഉള്ളൂ, അൻസാരി ഇല്ല. طيب عن أبي مسعود رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم يؤم القوم أقرأهم لكتاب الله تعالى فإن كانوا في القراءة سواء فأعلمهم في السنة فإن كانوا في السنة سواء فأقدمهم هجرة فإن كانوا في الهجرة سواء فأقدمهم سلما وفي رواية سنة ولا يؤمن رجل الرجل في سلطانه ولا يقعد في تكريمته إلا بإذنه ولا يقعد في بيته على تكريمته إلا بإذنه رواه مسلم. رواه مسلم. طيب حديث അത് പിന്നെ അൻ അബി മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് അല്ല, അബൂ മസ്ഊദിൽ നിന്നാണ് ഹദീസിൻ്റെ നിവേദനം. അബി മസ്ഊദ്, അബൂ മസ്ഊദ് അൽ ബദ്രി, അബൂ മസ്ഊദ് അൽ ബദ്രി. ഈ അബൂ മസ്ഊദ് അൽ ബദ്രി ഇത് മുമ്പ് നമുക്ക് വന്ന റാവിയാണ്. അദ്ദേഹം അബൂ മസ്ഊദ് അൽ ബദ്രി ബദർ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടല്ല, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഈ അബൂ മസ്ഊദ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം ബദറിൽ താമസിച്ചത് കൊണ്ടാണ് ബദ്രി എന്ന് പറയുന്നത്. സാധാരണ ബദറിൽ പങ്കെടുത്തവർക്കാണ് ബദ്രി എന്ന് പറയുക. അതേസമയം ഇദ്ദേഹം ബദറിൽ പാർത്തത് കൊണ്ടാണ് ബദ്രി എന്ന് പറയുന്നത്. അബൂ മസ്ഊദ് അൽ ബദ്രി അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഖബയിൽ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹം അൻസാരിയാണ്, അഖബ ഉടമ്പടിയിൽ. പിന്നെ അദ്ദേഹം ആദ്യം പങ്കെടുക്കുന്ന യുദ്ധം ഉഹദ് യുദ്ധമാണ്, ഉഹദിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അബൂ മസ്ഊദ് عن أبي مسعود رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم يؤم القوم, ഒരു ജനവിഭാഗത്തിന് ഇമാമത്ത് നിൽക്കും. യഉമ്മുൽ ഖൗമ, ഒരു ജനവിഭാഗത്തിന് ഇമാമത്ത് നിൽക്കും. ആര്? അഖ്റഉഹും ലി കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബ് അവരിൽ ഏറ്റവും കൂടുതൽ നന്നായി പാരായണം ചെയ്യുന്നവൻ. അഖ്റഉഹും ലി കിതാബില്ലാ, അള്ളാഹിൻ്റെ കിതാബിനെ അവരിൽ നന്നായി പാരായണം ചെയ്യുന്നവർ നിൽക്കും എന്നുള്ളത് പ്രസ്താവനയാണ്, അതൊരു കൽപ്പനയാണ്. പ്രസ്താവനയാണെങ്കിലും കൽപ്പനയാണ്. നിൽക്കട്ടെ എന്നുള്ളതാണ് അവിടെ പിന്നെ അതിൻ്റെ ഉദ്ദേശം. യഉമ്മുൽ ഖൗമ അഖ്റഉഹും ലി കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനെ കൂടുതൽ പാരായണം ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഇമാമത്ത് നിൽക്കേണ്ടത്. ഫഇൻ കാനു ഫിൽ ഖിറാഅത്തി സവാഅൻ, അവർ ഖിറാഅത്തിൽ തുല്യരാണ് എങ്കിൽ, ഫഅലമുഹും ബിസ്സുന്ന, സുന്നത്ത് കൂടുതൽ അറിയുന്നവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഫഅലമുഹും ബിസ്സുന്ന. ഫഇൻ കാനു ഫിസ്സുന്നത്തി സവാ, സുന്നത്തും അറിയുന്നതിൽ അവർ തുല്യരാണ് എങ്കിൽ, ഫഅഖ്ദമുഹും ഹിജ്റതൻ, അവർ ഹിജ്റയിൽ മുൻകടന്നവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അഖ്ദമുഹും ഹിജ്റതൻ, ഹിജ്റയാൽ അവരിൽ മുൻകടന്നവർ, ആദ്യ ഹിജ്റ പോയ ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഫഇൻ കാനു ഫിൽ ഹിജ്റത്തി സവാ, ഹിജ്റയിൽ അവർ ഒപ്പം പോയവരാണ് എങ്കിൽ, ഫഅഖ്ദമുഹും സിൽമൻ, എന്താ ഫഅഖ്ദമുഹും സിൽമൻ എന്ന് പറഞ്ഞാൽ ഫഅഖ്ദമുഹും ഇസ്ലാമൻ, ഇസ്ലാമിൽ ആരാണ് മുൻകടന്നത് അവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാന്ന് നോക്കുക, അയാളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ സിൽമൻ എന്നുള്ളിടത്ത് സിന്നൻ എന്നാണ്. ഫഅഖ്ദമുഹും സിന്നൻ, എന്താ പ്രായത്തിൽ മുൻകടന്നവർ എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയവൻ. ഫഅഖ്ദമുഹും സിന്നൻ, പ്രായം കൂടിയവനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഖലാസ്. വലാ യഉമ്മന്ന റജുലു റജുല ഫീ സുൽത്താനിഹി, എന്താ വലാ യഉമ്മന്ന റജുലു, ഒരാൾ ഇമാമത്ത് നിൽക്കരുത്, അർറജുല മറ്റൊരാൾക്ക്, ഫീ സുൽത്താനിഹി ഫീ മുൽക്കിഹി, അയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അയാളുടെ സുൽത്താനിൽ ഇമാമത്ത് നിൽക്കുക തന്നെ ചെയ്യരുത് എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം, എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയണേ? സ്വന്തം പള്ളി എടുത്തിട്ട്
അവിടെ അയാൾ ഇമാമിക്കരുത് എന്നാ? ഒരു സ്ഥലത്ത് ഒരു ഭരണാധികാരിയുണ്ട്, അല്ലെങ്കിൽ ഒരിടത്ത് ഇമാമത്ത് നിൽക്കാൻ അവിടെ നിശ്ചയിക്കപ്പെട്ട ഒരാളുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയിലൊരു മുസല്ലുണ്ട്, ആ മുസല്ലയിൽ ഇമാമ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പള്ളിയിലൊരു ഇമാമുണ്ട്, അല്ലെങ്കിൽ ഒരു നാട്, അവിടെ ഒരു ഭരണാധികാരി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവിശ്യ, അവിടെ ഒരു ഗവർണറുണ്ട്. അയാളാണ് അവിടുത്തെ ഇമാമത്തിൻ്റെ ചുമതലയുള്ളത് എങ്കിൽ വലായ ഉമ്മന്ന റജുല, ഒരു വ്യക്തിക്ക് ഇമാമം നിൽക്കരുത് ഫി സുൽത്താനി, അയാളുടെ സുൽത്താനിൽ ആധിപത്യ മേഖലയിൽ എന്ന് പറഞ്ഞെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാം നിൽക്കേണ്ടത്. ആരും കയറി നിൽക്കാൻ പാടില്ല. ഒരു മുസല്ലയിൽ എവിടെയാണെങ്കിലും പള്ളിയിലാണെങ്കിലും അവിടെ ഇമാം ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അയാളാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാം നിൽക്കേണ്ടത്. ചെന്ന ആൾ എത്ര വലിയ ആളാണെങ്കിലും ശരി, മനസ്സിലായി? ഇനി ഹറമിലെ ഇമാം തന്നെയാണ് വന്നത്, പക്ഷേ ഒരു പള്ളിയിൽ ഒരു ഇമാം ഉണ്ടെങ്കിൽ അയാളാണ് ഇമാം നിൽക്കേണ്ടത്, ഇയാൾ കയറി നിൽക്കാൻ പാടില്ല. ഒരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വീട്ടുടമസ്ഥനാണ് എന്ത് അവിടുത്തെ ഇമാം, ചുമതലയുള്ള അയാളാണ് ഇമാം കണ്ടത്, മനസ്സിലായില്ലേ? ചെന്ന ഗസ്റ്റ് ഇനി എത്ര വലിയ ആളാണെങ്കിലും അയാൾ കയറിക്കാൻ പാടില്ല. ഇമാം വീട്ടുടമസ്ഥൻ പറയാണ് നിങ്ങൾ നിന്നോളിയാണെങ്കിൽ അതൊക്കെ ഖലാസ്. അതാണ് ഇവിടെ വലായ ഉമ്മന്ന റജുല ഫീ സുൽത്താനിഹി ഒക്കെ അങ്ങനെയാണെങ്കിലും ശരി. അത് ഞാൻ പറഞ്ഞ ഹറമിലെ ഇമാം തന്നെയാണ് വന്നതെങ്കിലും അവിടെയുള്ള ഇമാമ് ആരാണെങ്കിലും അത് ഇതിനെ തുടർന്ന് ഇത് പറയാൻ കാരണം എന്താ? ഒരു വ്യക്തിനെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടവനെയാണ് എന്ത് അത് നിർവഹിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി ഇമാം വെക്കാൻ പറഞ്ഞത് പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനേക്കാൾ വലിയ ഓത്താർ അവിടെ ഉണ്ട്. ആരാളത്? ഉബയ്യില്ലേ, ഉബയ്യ് ഇബ്നു കഅബ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അവരൊക്കെ അറിയപ്പെട്ട കാര്യങ്ങളാണ്. അബൂ മൂസൽ അശ്അരി വളരെ സുന്ദരമായിട്ട് ഖുർആൻ ഓതായിരുന്നതാണ്, വളരെ സുന്ദരമായിട്ട്. എത്രമാത്രം ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിനരികിലൂടെ നടന്നു പോയപ്പോൾ അബൂ മൂസൽ അശ്അരി ഓതുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ആ ഓത്ത് മുഴുവൻ കേട്ടു എന്നാണ്. എന്നിട്ട് നേരം വെളുത്തിട്ട് അബൂ മൂസനോട് പറയാണ്, ഞാൻ ഇന്നലെ നിങ്ങളുടെ വീടിൻ്റെ സമക്ഷത്തിലൂടെ നടന്നു പോയപ്പോൾ നിങ്ങളുടെ ഖുർആൻ പാരായണം കേട്ടു. ആലു ദാവൂദിന് കൊടുത്ത മസാമീർ, സുന്ദര ശബ്ദം, അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അബൂ മൂസ അശ്അരി പറയുന്നത്, റസൂലെ നിങ്ങൾ അത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഖദ് ഹബ്ബർതുഹു തഹ്ബീറ എന്നാണ്, എൻ്റെ ഓത്തിന് ഞാൻ ഒന്നുകൂടി മധുരം നൽകുമായിരുന്നു, ഓത്തൊന്നുകൂടി ഞാൻ സുന്ദരമാക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ ഉണ്ടായിട്ടും റസൂൽ ആരോടെ കൽപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് കൽപ്പിച്ചത്. അപ്പോൾ അബൂബക്കറാണ് എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ നിൽക്കേണ്ടത്. വലായ ഉമ്മന്ന റജുല ഫീ സുൽത്താനിഹി വലാ യഖഉദു ഫീ ബൈതിഹി അലാ തക്രിമതിഹി ഇല്ലാ ബി ഇദ്നിഹി. വലാ യഖഉദു ഇരിക്കാൻ പാടില്ല, ഫീ ബൈതിഹി ഒരു വ്യക്തിയുടെ വീട്ടിൽ, അലാ തക്രിമത്തി അയാളുടെ വിരിപ്പിൽ, ഇല്ല ബി ഇദ്നിഹി അയാളുടെ അനുവാദമല്ലാതെ. ഒരാളുടെ വീട്ടിൽ തക്രിമത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എന്താ? ആദരിക്കാൻ വേണ്ടിയിട്ട് വിരിക്കുന്ന ഇരിപ്പിടം, ഇരിപ്പിടം, സോഫ, കസേര. അപ്പോൾ ഒരു വ്യക്തിയുടെ വീട്ടിൽ വലാ യഖൂദു ഫീ ബൈത്തിഹി ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇരിക്കരുത്, അലാ തക്രിമത്തിഹി അയാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ആദരിച്ചിട്ട സ്ഥലം അവിടെ, ഇല്ല ബി ഇദ്നിഹി അയാളുടെ അനുവാദമല്ലാതെ. ഒരാളെയും പെരയിൽ കയറിയിട്ട് ഓടിച്ചെന്നിട്ട് അയാളുടെ ഇരിപ്പിലിരിക്കരുത് അനുവാദമല്ലാതെ. അതാണ് പറഞ്ഞത്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിമാണ് ഹദീസ് റിപ്പോർട്ട്. നമ്മളെ ആളുകളിൽ ചില വീഴ്ചകളിൽ പെട്ടതാണത്. വാതിലാണ് തുറക്കലും കയറലും അങ്ങനെ ഇതുണ്ട് ചില ആളുകൾ. അല്ലാഹുൽ മുസ്തആൻ. അത് ഈ ഹദീസിൻ്റെ ബാക്കിയാണ്, മനസ്സിലായേ? വലായ ഉമ്മന്ന റജുല ഫീ സുൽത്താനി, അത് നമ്മളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ അനുബന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞു. വലായ യഖഉദു ഫീ ബൈത്തിഹി അലാ തക്രിമതിഹി ഇല്ലാ ബി ഇദ്നിഹി. അദബുകൾ പഠിപ്പിക്കല്ലേ, ഇതൊക്കെ എന്താണ്? അദബുകൾ പഠിപ്പിക്കുക. മുസ്ലിമീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദബുകൾ പഠിപ്പിക്കുകയാണ്. അതിൽ അള്ളാഹുവിൻ്റെ ഹക്കിൽ
പാലിക്കേണ്ട അദബുകൾ, പടപ്പുകളോട് പാലിക്കേണ്ട അദബുകൾ, അതൊക്കെ ഉണർത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. നമ്മുടെ ദീനിൻ്റെ വിലയാണത്, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖൈറും ശേഷിപ്പിച്ചിട്ടില്ല നമ്മൾ അറിയിക്കാതെ. ഈ ഹദീസ് ഇപ്പോൾ എന്താണ് അറിയിക്കുന്നത്? ഹദീസ് അറിയിക്കുന്നത് ഇമാമം നിൽക്കാൻ ഏറ്റവും യോഗ്യനാരാണ്? ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, അറിയുന്നവനാണ്. അതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതിൽ പിന്നെ തുല്യത ഉണ്ട് എങ്കിൽ ഈ പറയപ്പെട്ട ക്രമത്തിലാണ് സുന്നത്ത് കൂടുതൽ അറിയുന്നവർ, അല്ലെങ്കിൽ ഹിജ്റയിൽ മുൻകടന്നവർ, അല്ലെങ്കിൽ ഇസ്ലാമിൽ മുൻകടന്നവർ, ഈ പിന്നെ അല്ലെങ്കിൽ കൂടുതൽ പ്രായമുള്ളവർ ആ ക്രമത്തിലാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഈ ഹദീസും രണ്ടാമത്തെ ഹദീസും കൂടുതൽ ഖുർആൻ ഓതുന്നവർ, അറിയുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാമത്ത് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ ഒരാൾ ഇമാമത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടുതൽ ഖുർആൻ അറിയുന്നവരാണെങ്കിലും ശരി, അയാളാണ് അല്ല നിൽക്കേണ്ടത്. ആരാണ്? ആ നിശ്ചയിക്കപ്പെട്ട ഇമാമാണ് നിൽക്കേണ്ടത്. അയാളുടേതാണ് അവസരം. അതേസമയം അയാളെ സമ്മതിക്കുകയാണെങ്കിൽ അത് പിന്നെ അയാളുടെ സ്വാതന്ത്ര്യമാണ്. ഈ അബ്ദുസലാം പറഞ്ഞ വിഷയം അതൊരു കുറച്ചൊരു ഗൗരവപ്പെട്ട വിഷയമാണത്. പിന്നെ ജനാസ നിസ്കാരത്തിൽ ഇമാമത്തായിരിക്കുക എന്നുള്ളത് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പിന്നെ ജനാസ നമസ്കാരത്തിൽ പള്ളിയിലെ ഇമാമാണ് എന്ത് ചെയ്യേണ്ടത്? പിന്നെ ജനാസക്കും ഇമാമം നിൽക്കേണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു പള്ളിയിൽ ഒരു ഇമാമ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇമാമാണ് എന്ത് ചെയ്യേണ്ടത്? ജനാസസ്കാരത്തിലും ഇമാമത്ത് നിൽക്കേണ്ടത്. കാരണം എന്താ? വലാ റജുല ഫീ സുൽത്താനിഹി എന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിനുണ്ട് പിന്നെ മദീനത്തെ ഗവർണറാണ് എന്ത് ചെയ്യണത്? ഗവർണറാണ് ഇമാം നിൽക്കുന്നത് ഹസൻ റളിയല്ലാഹുവിൻ്റെ ജനാസസ്കാരത്തിന്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് അയാൾ തോണ്ടിയിട്ട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഇമാമത്ത് നിൽക്കാൻ സമ്മതിക്കുമായിരുന്നില്ല, ഞാൻ നിൽക്കുമായിരുന്നു എന്നുള്ളത്. മനസ്സിലായോ? പക്ഷെ വസിയ്യുണ്ട് എങ്കിൽ വസിയ്യ് എന്ന് പറഞ്ഞാൽ എന്താ? മയ്യത്ത് ഒരാളെ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വസിയ്യാണ് ഇമാമം നിൽക്കേണ്ടത്. മനസ്സിലായോ? വസിയ്യിനെയാണ് മുന്തിപ്പിക്കേണ്ടത്. അത് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പല ഹദീസുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. പിന്നെ വസിയായിരുന്നു ഇമാം എന്നിരുന്നു. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അബൂ ഹുറൈറ ഇമാമെന്നു. അതേപോലെ തന്നെ വേറെയും പിന്നെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയനെ മുന്തിപ്പിക്കുക എന്നുള്ളതിൽ. ഇപ്പം പിന്നെ മുഹമ്മദ് ബിൻ സീരീൻ അനസ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തിരുന്നു മുഹമ്മദ് ബിൻ സീരീൻ ഇമാം വെക്കാൻ ജനാസക്ക്. അങ്ങനെ മുഹമ്മദ് ബിൻ സീരീൻ ജയിലിലായിരുന്നു. അതേമാതിരി സ്വപ്നം കണ്ടു മുഹമ്മദ് ബിൻ സീരീൻ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ഇങ്ങനെ രോമം പറിക്കണതായിട്ട് സ്വപ്നം കണ്ട്. അപ്പോൾ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഒരു വ്യക്തി സ്വപ്നം കണ്ടു അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് ഇങ്ങനെ രോമം പറിക്കണമായിട്ട്. അപ്പോൾ മുഹമ്മദ് ബിൻ സീരീൻ നല്ല സ്വപ്നം വ്യാഖ്യാനിക്കുന്ന പണ്ഡിതനല്ല. അദ്ദേഹത്തോട് ചോദിച്ചു, പറഞ്ഞ് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ട വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ രോമം ഇങ്ങനെ പറിക്കണമായിട്ട്, അയാൾ കടം കൊണ്ട് മൂടുകയും അള്ളാഹു നമ്മളെ കാക്കട്ടെ നഅൂദുബില്ലാഹ്, അതിൻ്റെ പേരിൽ അയാൾ ജയിലടക്കപ്പെടുകയും ചെയ്യും എന്ന് കണ്ട് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു. മുഹമ്മദ് ബിൻ സീരീൻ അതിന് പറഞ്ഞ വ്യാഖ്യാനം അതാണ്. അപ്പോൾ ആ വ്യക്തി അറിയാണ് നിങ്ങളെന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്ന്. മുഹമ്മദ് ബിൻ സീരീനാണ് കണ്ടത്. മുഹമ്മദ് ബിൻ സീരീൻ പറയപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹത്തിന് ചില പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ കട ഉണ്ടാവുകയും പിന്നെ അദ്ദേഹം ജയിലടക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ജയിലിലായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തിരുന്നു, അദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ സീരീൻ ജനാസ സംസ്കരിക്കണം എന്നുള്ളത്. അങ്ങനെ ജയിലിൽ നിന്ന് പിന്നെ മുഹമ്മദ് ബിൻ സീരീനെ ഇറക്കിയിട്ടാണ് അനസ് റളിയല്ലാഹുവിൻ്റെ നിസ്കാരം നിർവഹിച്ചത് എന്നുള്ളത് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഏതായാലും പിന്നെ ഇതൊരു പിന്നെ മസ്അല ഫുഖാക്കൾക്കിടയിൽ വലിയ ഒരു മസ്അലയാണത് ഇങ്ങനെ. അതായത് ആരാണ് ജനാസ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് എന്നുള്ളത്. ചിലർ പറഞ്ഞ് പിന്നെ ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബി ബഅദിൻ ഫി കിതാബില്ലാഹ്, ഉലുൽ അർഹാമാണ് പിന്നെ ഇമാമത്തിന് യോഗ്യൻ, മയ്യത്തിൻ്റെ രക്തബന്ധുക്കൾ, പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമല്ല. അങ്ങനെ പറഞ്ഞ ഫുഖഹാക്കളുണ്ട്. പക്ഷേ ഫുഖഹാക്കളിൽ ഭൂരിപക്ഷവും പറഞ്ഞില്ല പള്ളിയിൽ ഇമാം ഉണ്ടെങ്കിൽ അയാളാണ് എന്ത് ചെയ്യുന്നത് നിൽക്കേണ്ടത്. കാരണം ഈ ഹദീസ് അതാണ് അറിയിക്കുന്നത്. ചിലർ പറഞ്ഞില്ല വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത് മുന്തിപ്പിക്കേണ്ടത്, വസീനെ മുന്തിപ്പിക്കണം എന്നുള്ളതിന് തെളിവുണ്ട്. പിന്നെ പള്ളിയിൽ പിന്നെ ഒരു പിന്നെ നിശ്ചയിക്കപ്പെട്ട ഒരു ഇമാമില്ലാത്തൊരവസ്ഥയൊക്കെയാണ് എങ്കിൽ നിൽക്കേണ്ടത് ആര് തന്നെയാണ്?
ഉലുൽ അർഹാമിൽപ്പെട്ട മയ്യത്തിൻ്റെ ബന്ധുക്കളാണ്. ഇമാമ് നിശ്ചയിക്കപ്പെട്ട പള്ളിയാണ് എങ്കിൽ അവിടെ ആരാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. ഇമാമ് സമ്മതിച്ചാൽ അത് വേറെ വിഷയമാണ്. ഇമാമ് സമ്മതിച്ചാൽ എന്ന് പറയുകയാണെങ്കിൽ വേറെ വിഷയമാണ്. അത് ചോദിക്കാം ഇമാമ് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ. അതേസമയം ഇമാമ് പറയുകയാണ് ഞാനാണ് നിൽക്കേണ്ടത്, ഞാനാണ് ഇവിടുത്തെ പിന്നെ ഇമാമ് എന്ന് പറയുകയാണെങ്കിൽ അത് സമ്മതിക്കുക തന്നെ വേണം. അയാൾ തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്. ഓരോരുത്തർ അതാണ് നിശ്ചയിക്കപ്പെട്ട ഇമാമില്ല എങ്കിൽ അങ്ങനെയുള്ളടത്തൊക്കെ ആര് തന്നെയാണ് ഉലുൽ അർഹാമിന് തന്നെയാണ് ഇമാമത്തിന് അർഹത. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതാണ് വിശുദ്ധ ഖുർആനിൽ ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ല. അള്ളാഹിൻ്റെ കിതാബിൽ പിന്നെ രക്തബന്ധുക്കളാണ് അന്യോന്യം ഏറ്റവും കൂടുതൽ കടപ്പെട്ടതും അർഹപ്പെട്ടതും എന്നുള്ളത്. അത് ഇമാമത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം അല്ലെങ്കിൽ ഇമാമത്ത് അതിൽ പെട്ട് ഇത്തരം സാഹചര്യത്തിൽ. പക്ഷേ ഈ ഹദീസുള്ളത് കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഇമാമുണ്ടെങ്കിൽ ആ ഇമാമിനാണിത് ഇമാമത്ത് മയ്യത്തിന് ജനാസക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹത ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബുൽ ജനായിസിൽ അതിൻ്റെ ഒരു വിശദ വിവരങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. അടുത്ത ഹദീസ് അല്ലേ, ഈ ഹദീസ് പിന്നെ ഇബ്നു മാജൻ്റെ ഹദീസല്ലേ, ജാബിറിൻ്റെ അല്ലേ. വലി ഇബ്നു മാജത അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാലന മർഫൂഅന്നോ അത് വല മർഫൂഅന്നില്ല ഇല്ല. വലാ തഉമ്മൻ ഇംറഅത്തുൻ റജുലൻ വലാ അറാബിയുൻ മുഹാജിറൻ വലാ ഫാജിറുൻ മുഅ്മിന ബി ഇസ്നാദിൻ വാഹിൻ അല്ലേ, ബി ഇസ്നാദിൻ വാഹിൻ. ബി ഇസ്നാദിൻ വാഹിൻ എന്ന് പറഞ്ഞാൽ വ ഇസ്നാദുഹു വാഹിൻ ഖലാസ് മാഫി മുഷ്കിൽ. തയ്യിബ് വലി ഇബ്നു മാജ ഇബ്നു മാജയുടെ റിവായത്തിൽ അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുണ്ട്. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു മാജയുടെ നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്. എന്താ ഉള്ളത്? വലാ തഉമ്മൻ ഇംറഅത്തുൻ ഒരു സ്ത്രീയും ഇമാമത്ത് നിൽക്കരുത്. ആർക്ക്? റജുലൻ ഒരു പുരുഷനും. ഒരു സ്ത്രീയും ഒരു പുരുഷന് എന്ത് ചെയ്യരുത്? ഇമാമ് നിൽക്കരുത്. വലാ അറാബിയുൻ മുഹാജിറൻ ഒരാറാബിയും മുഹാജിറിന് ഇമാമ് നിൽക്കരുത്. അറാബി പറഞ്ഞാൽ എന്താ? ഗ്രാമീണ അറബി ബദു. അത് അയാൾ മുഹാജിറിന് ഇമാമത്ത് നിൽക്കരുത്. മുഹാജിർ ഹിജ്റ വന്നവൻ, അതായത് ഗ്രാമീണതയിലേക്ക് ആരാണോ പലായനം ചെയ്യുന്നു വരുന്നത് അയാൾക്ക് അറാബി ഇമാമത്ത് നിൽക്കരുത്. വല ഫാജിർ ഇമാമത്ത് നിൽക്കരുത്. ഫാജിർ എന്ന ഫാസിഖ് തെമ്മാടി. ആർക്ക്? മുഅ്മിനൻ ഒരു വിശ്വാസിക്ക്. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഒരു ഫാജിറോ മുഹാജിറിന് അറാബിയോ പുരുഷന് സ്ത്രീയോ ഇമാമത്ത് നിൽക്കരുത്. ഇസ്നാദുഹു വാഹിൻ. എന്താ ഇസ്നാദുഹു വാഹിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹദീസിൻ്റെ സനദ് തീർത്തും ദുർബലാണ്. വാഹിൻ എന്ന് പറഞ്ഞാൽ പറ്റ ദുർബലം, തീർത്തും ദുർബലൻ. ഇസ്നാദുഹു വാഹിൻ. ഹദീസ് ഇബ്നു മാജയുടെ ഹദീസാണ്, ജാബിറിൽ നിന്നുള്ള ഹദീസ്. ഇത് തീർത്തും ദുർബലമായ ഹദീസാണ്, പറഞ്ഞാൽ അത് തെളിവിന് കൊള്ളാത്ത ഹദീസാണ്. അതിൽ പിന്നെ അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ് അൽ അദവി എന്ന് പറഞ്ഞ റാവിണ്ട്. അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ് അൽ അദവി. ഈ അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ് അൽ അദവി എന്ന് പറയുന്ന റാവി ഈ ഹദീസ് പിന്നെ അലി ഇബ്നു ജുദ്ആൻ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അലി ഇബ്നു ജുദ്ആൻ പിന്നെ ഈ അലി ഇബ്നു ജുദ്ആൻ ഇവരൊക്കെ ദുർബല റാവിമാരാണ്. അതേപോലെ തന്നെ ഈ അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ് അൽ അദവിയും ദുർബലനാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാ ഇബ്നു പിന്നെ മുഹമ്മദ് അൽ അദവി ഈ ഹദീസ് മറ്റൊരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് അങ്ങനെ ഒരു റാവി. അയാൾ ഹദീസ് കട്ടെടുക്കുകയും എന്നിട്ട് അതിൻ്റെ സനദ് കോട്ടിമാട്ടുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നതാണ്. അപ്പോൾ പറ്റ ദുർബലൻ. അതാണ് ഇസ്നാദുഹു വാഹിൻ എന്ന് ഇബ്നു ഹജർ തന്നെ പറഞ്ഞത്. തീർത്തും ദുർബലൻ. 3 പേർ അബ്ദുല്ലാ ഇബ്നു മുഹമ്മദ് അൽ അദവി, അതേപോലെ അയാൾ റിപ്പോർട്ട് അയാളുടെ ഷെയ്ഖ് അലി ഇബ്നു ജുദ്ആൻ, അതേപോലെ അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് അയാളുടെ ഒരു ഷെയ്ഖ്, മറ്റൊരു ഷെയ്ഖ് വേറെ ഒരു സനദ്. അവരൊക്കെ പിന്നെ ദുർബല റാവിമാരാണ്, ഹദീസ് കെട്ടിയുണ്ടാക്കുന്നവരാണ് എന്ന് സംശയിക്കപ്പെട്ടവർ വരെ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിവായത്തുണ്ടല്ലോ, വലാത്ത ഉമ്മന്ന ഇമ്രഅത്തുൻ റജുലൻ വല അറാബിയൻ മുഹാജിറൻ വല ഫാജിറുൻ മുഅ്മിൻ എന്നുള്ളത് തീർത്തും ദുർബലമായ റിവായത്താണ്. അത് തെളിവിന് യോഗ്യമല്ല. അബ്ദുൽ മലിക് ഇബ്നു ഹബീബ്
എൻ്റെ ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ അത് എനിക്ക് ആ പേരിലൊരു സംശയമുണ്ട്. സ്ത്രീകൾക്കോ പാടില്ല, സ്ത്രീകൾ ഇമാമിക്കാൻ പാടില്ല, പുരുഷന് പാടില്ല. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വിഷയമുണ്ട് അത് വരും. പക്ഷേ പിന്നെ ആണുങ്ങൾക്ക് സ്ത്രീ ഇമാമിക്കാൻ പാടില്ല. അത് ഈ ഹദീസ് കൊണ്ടല്ല, ഈ ഹദീസിൻ്റെ വിഷയത്തിലല്ല. ഈ ഹദീസ് എന്തല്ല, ഇതിന് യോഗ്യമല്ല എന്നുള്ളതാണ്. അറാബി മുഹാജിറിന് ഇമാമിക്കാൻ പാടില്ല എന്നാണ്. ഹദീസ് ദുർബലമായതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടുതൽ എന്തുകൊണ്ടാണ് ഒരു മുഹാജിറിന് അറാബി ഇമാമിക്കാരുന്നതാണ്. മുഹാജിറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ അറാബികൾ ചിലപ്പോൾ അവരുടെ പ്രത്യേകത മനസ്സിലായി, ചിലപ്പോൾ അത്ര പിന്നെ ഗൗരവമോ അതേപോലെ തന്നെ ഒരു ചിട്ടയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അറാബി. അപ്പോൾ അത് മുഹാജിറിന് താങ്ങാനായിക്കൊള്ളുന്നില്ല. മുഹാജിർ പഠിച്ചൊക്കെ മനസ്സിലാക്കി ദീന ആദ്യം ഉൾക്കൊണ്ട ആളായിരിക്കും, മനസ്സിലായി. അറാബിക്ക് അത്ര തന്നെ ദീന് കിട്ടിയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് കണ്ട് പറയാണ്, മുഹമ്മദ് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, 5 വക്ത് നിസ്കാരമാണ്, വേറെ ഒന്നുമില്ലല്ലോ. എന്നാൽ ഞാൻ പോകണിട്ട് പോയ ആളാണ് അറാബി. അയാൾ ഇമാം എന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ. പണ്ട് ഇമാമ പിന്നെ സൂറത്തുൽ ബഖറ ഓതിയിട്ട് തെറ്റിയാണ്. അറാബികളാണ് ബാക്കിൽ. ബേക്കത്തെ സഫുന്ന് സൂറത്തുൽ ബഖറ ഓതിയിട്ട് തെറ്റിയിട്ട് ഇമാമിന് കിട്ടണില്ല. അപ്പോൾ ബേക്കുന്ന അറാബി തൊയ്റൻ അബാബിയിൽ നിന്ന് ഓതിക്കൊടുത്തതാണ്, മനസ്സിലായില്ലേ, ഉറക്കനെ. അതേപോലെ തന്നെ ഇമാമ് പിന്നെന്താണ് നാഫിഉൽ മദനിൻ്റെ ഖിറാഅത്താണ്. നാഫിഉൽ മദനി അതേപ്പെട്ട പിന്നെ ഷെയ്ഖല്ലേ ഖിറാഅത്തിൽ. അപ്പോൾ നാഫിഉൽ മദനിൻ്റെ ഖിറാഅത്ത് അത് ഈ അറാബികൾക്ക് അറിയില്ല. അപ്പോൾ ഈ അറാബികൾക്ക് എന്തോ ഒരു അപരിചിതത്വം ഈ ഓത്ത് കേട്ടപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചതാണ് എന്താണ് ഓതിയത് എന്ന് ഇമാമിനോട് പറഞ്ഞു. ഞാൻ നാഫിയുടെ ഖിറാഅത്താണ് ഓതിയതെന്ന് പറഞ്ഞു. അപ്പോൾ അറാബി പറഞ്ഞു വല്ലാഹി ഗൈറു നാഫിയ. നാഫി മുബരചാരം നാഫി എന്ന് പറഞ്ഞാൽ ആ പേരിന് അർത്ഥം ഉപകാരപ്രദമായത് എന്നാണ്. അപ്പോൾ വല്ലാഹി ഗൈറു നാഫി എന്ന് പറഞ്ഞാൽ അത് ഉപകാരപ്രദമല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒക്കെ ഒരു വിഷയങ്ങളുണ്ടാകും അറാബികളുമായി ബന്ധപ്പെട്ട്. അറാബികളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിലോ കുറേ തമാശകളും അതേപോലെ തന്നെ നമുക്കൊന്നും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളതായ ഫലിതങ്ങളായിരിക്കും അതിലുണ്ടാവുക. പിന്നെ ഫാജിർ മുഅ്മിന് പിന്നെ ഇമാമത്ത് നിൽക്കരുത് എന്നാണ്. ശരിയാണ്, പിന്നെ ഫാജിറായ വ്യക്തിനെ ഇമാമത്തിന് നിർത്താൻ പാടുള്ളതല്ല. പക്ഷേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ ഫാജിറായാലും തഖിയായാലും ഇമാമത്ത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമാമത്ത് സാധുവാകും. അയാളുടെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. പക്ഷേ ഫാജിറിനെ നിർത്താൻ പാടുള്ളതല്ല. പിന്നെ തഖിയായ നല്ല ഭക്തനായ ഒരാളെ തന്നെയാണ് ഇമാമത്ത് നിർത്തേണ്ടത്. പക്ഷേ പിന്നെ ഹജ്ജാജിൻ്റെ പിന്നിൽ അനസ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്, ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ പിന്നിൽ, മനസ്സിലല്ലേ. അതേപോലെ തന്നെ വേറെയും അങ്ങനത്തെ താരതമ്യേന സ്ഥാനം കുറഞ്ഞ ചില ഇമാമാരുടെ പിന്നിൽ സ്ഥാനം കൂടിയ പിന്നെ സഹാബികളൊക്കെ നിസ്കരിച്ചത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജാജിൻ്റെ പിന്നിൽ അനസ് നിസ്കരിക്കുക, ഇബ്നു ഉമർ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പോൾ പിന്നെ നിസ്കാരം സാധുവാകും. പക്ഷേ കൂടുതൽ ഭക്തിയുള്ള തഖ്വയുള്ള ആളുകളെ തന്നെയാണ് ഇമാമത്തിന് നിർത്തേണ്ടത്. ഫാജിറിൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകൂല എന്നാണ് ഹംബലി ഫുഖാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഷാഫിയാക്കളും ഹനഫികളൊക്കെ ഫാജിറിൻ്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകും എന്നുള്ള വീക്ഷണക്കാരാണ്. പക്ഷേ ഹംബലികൾ ഫാജിറിൻ്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം ഇമാമത്ത് സാധുവാകില്ല എന്നുള്ള വീക്ഷണം വരെ പറഞ്ഞിട്ടുണ്ട്. ഖലാസ്, അത് പിന്നെ മതി. ഇനി അടുത്ത ഹദീസ്. عن أنس رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال رصوا صفوفكم وقاربوا بينها وحاذوا بالأعناق. عن أنس رضي الله تعالى عنه, അനസിൽ നിന്ന് നിവേദനം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുസ്സു സുഫൂഫക്കും, നിങ്ങളുടെ സഫുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? റുസ്സു എന്ന് പറഞ്ഞാൽ എന്താ? തറാസു, അടുത്തടുത്ത് നിൽക്കണം. വഖാരിബു ബൈനഹ, സഫുകൾക്കിടയിൽ നിങ്ങൾ അടുപ്പിക്കണം. ഖാരിബു, സഫുകൾക്കിടയിൽ അടുപ്പുണ്ടാക്കണം. വഹാദു ബിൽ ആനാഖ്, വഹാദു ബിൽ ആനാഖ്, എന്താ ഹാദു ബിൽ ആനാഖ്? ഹാദു ബിൽ മനാഖിബ് എന്നർത്ഥം. ചുമലുകൾ നിങ്ങൾ നേരെയാക്കണം. ഹാദു എന്ന് പറഞ്ഞാൽ തസാവു, നിങ്ങൾ അന്യോന്യം ശരിയാക്കണം, നേരെയാക്കണം. ഹാദു ബിൽ ആനാഖ്, ചുമലുകൾ നിങ്ങൾ നേരെയാക്കണം. അപ്പോൾ റുസ്സു സുഫൂഫക്കും, സഫുകൾ അടുത്ത് നിൽക്കണം. സഫുകളിലുണ്ടല്ലോ ആളുകൾ അടുത്തടുത്ത് നിൽക്കണം എന്നർത്ഥം. വഖാരിബു ബൈനഹ, സഫുകൾക്കിടയിൽ പിന്നെ അടുപ്പുണ്ടാക്കണം.
ഒരു സഫ് മുന്നിൽ പിന്നെ ഒരു 10 വരി കഴിഞ്ഞിട്ട് വേറെ സഫ്, അങ്ങനെ ആകാൻ പാടില്ല. അല്ല, സഫുകൾ അടുത്തടുത്താണ് വരേണ്ടത്. വഹാദു ബിൽ ആനാഖ്, ആനാഖ് പറഞ്ഞാൽ മനാക്കിബ്, ചുമലുകൾ, അത് നേരെയാക്കണം. ചുമലുകൾ നേരെയാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലാണ് നിൽക്കേണ്ടത്. ചിലപ്പോൾ ഷോർട്ടും ലോങ്ങും ഒക്കെ ഉണ്ടാവും, അവരിങ്ങനെ ഒപ്പിച്ചിരിക്കണമെന്നല്ല. പിന്നെയോ ഇയാളുടെ ചുമലിൻ്റെ നേരെ ആയിരിക്കണം അടുത്ത ആളും നിൽക്കേണ്ടത് എന്നർത്ഥത്തിൽ. സഫിൽ ആളുകൾ അടുത്താണ് നിൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മലക്കുകൾ റബ്ബിൻ്റെ അടുക്കൽ സഫ് നിൽക്കുന്നത് പോലെ സഫ് നിൽക്കാനാണ് പറഞ്ഞത്. മലക്കുകൾ എങ്ങനെയാണ് സഫ് നിൽക്കലെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മുന്നണികളെ പൂർത്തിയാക്കും അല്ലേ. അപ്പം മുന്നിലെ സഫുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആളുകൾ കയറി നിൽക്കണം. അങ്ങനെയാണ് മലക്കുകൾ നിൽക്കുക. പിന്നെ അടുത്ത് നിൽക്കുക. ചിലർ സഫ് നിൽക്കുമ്പോണ്ടല്ലോ, ഇവിടെ ചിലർ പിന്നെ ചില റിപ്പോർട്ടുകളിലുള്ളത് ഹാദു ബൈനൽ മനാക്കിബി വൽ അക്താഫ് എന്നാണ്. ചുമലുകൾ, അതേപോലെ തന്നെ ചുമലുകൾ എന്നുള്ളതും അതേ മൻകിബ് കെത്തഫ് ഈ ഭാഗം അത് നേരെ നിൽക്കാനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കാബിനോട് ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാബ് പറഞ്ഞാൽ മടങ്ങാൽ. ചിലർ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ നിൽക്കും, മറ്റവൻ അങ്ങോട്ട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വഷളാവും വിധം നിൽക്കുന്നത് ശരിയല്ല. കാരണം എന്താ? മടമ്പ് മാത്രമല്ല നേരെയാക്കാൻ പറഞ്ഞത്, ഇതും നേരെയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഹാദു ബിലാനാക്കും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല്ലോ. അപ്പോൾ അടുത്തുള്ള ആളെ അടുത്ത് വലിച്ചു നിർത്തിയിട്ട് അടുക്കാണ് വേണ്ടത്. അല്ലാതെ ഓന് കുറച്ച് വിട്ടണിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. മടമ്പാണ് നേരെയാക്കാൻ പറഞ്ഞത്, അതാണ് ശരി. വിരലല്ല ശരിയാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പിന്നെ ഈ മടമ്പ് ശരിയാക്കാനാണ്. ബാക്ക് ഭാഗം കദമിനോട് ചേർത്തിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. ബാക്കിലാണ് അമ്പ് വെച്ചിട്ട് ഇങ്ങനെ നേരാക്കിയിരുന്നത്. മനസ്സിലല്ലേ? വിരലാണ് എങ്കിൽ ഇങ്ങനെ ഒരിക്കലും അമ്പ് കൊണ്ട് ശരിയാവില്ല. കാരണം ചില ആളുകൾ നീളമുള്ള കാലമായിരിക്കും, ചിലത് ചെറിയ കാലമായിരിക്കും. മടമ്പ് വെച്ചാലാണ് അത് ശരിയാകുക. അപ്പോഴാണ് ഇവിടെ ശരിയാകുക, ചുമലിൻ്റെ ഭാഗവും നേരെയാകുക. ഇമാന്മാർ ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കും, അത് ശരിയല്ല. അത് ഇമാന്മാർ മറ്റവൻ്റെ വിരലിന് ഇങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല നിർത്തുന്നത്. റുസു സുഫൂഫക്കും വഖാരിബു ബൈനഹ വഹാദു ബിൽ ആനാഖ്. സഫുമായി ബന്ധപ്പെട്ട് ഇനി ഹദീസുകളുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ ഒന്നും കൂടി അത് പറയാം, മസാലകൾ അതിൽ പറയാം. അടുത്ത ഹദീസ് عن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال خير صفوف الرجال أولها وشرها آخرها وخير صفوف النساء آخرها وشرها أولها. അല്ലേ? ഈ അവസാനത്തെ മുസ്ലിമിൻ്റെ അല്ലേ? റവാഹു മുസ്ലിം. അതിന് മുമ്പത്തെ റവാഹു അബൂദാവൂദ് വന്നസായി വസഹഹു ഇബ്നു ഹിബ്ബാൻ, അങ്ങനല്ലേ? ഈ റുസു സുഫൂഫക്കും വഖാരിബു ബൈനഹ വഹാദു ബിൽ ആനാഖ്, അത് റവാഹു അബൂദാവൂദ് വന്നസായി വസഹഹു ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഖൈർ, അഫ്ദൽ, ശ്രേഷ്ഠമായത് അവ്വലുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ആദ്യത്തേതാണ്. വശർറുഹ ആഖിറുഹ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഷർറ്, മോശം, അത് അവസാനത്തേതാണ്. വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ, സ്ത്രീകളുടെ സഫുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആഖിറുഹ, അവസാനത്തെ സഫുവാണ്. വശർറുഹ അവ്വലുഹ, അതിലേറ്റവും മോശം ആദ്യത്തേതാണ്. ഇമാം മുസ്ലിമിൻ്റെ ഹദീസാണിത്, റവാഹു മുസ്ലിം. ഈ ഹദീസിൽ എന്താ പോയി പറഞ്ഞത്? ആണും പെണ്ണും പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ സഫായിട്ടാണല്ലോ നിസ്കരിക്കേണ്ടത്. അപ്പോൾ ആ വിഷയത്തിലാണ് ഈ ഹദീസ്. അപ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യണം? മുന്നിലെ സഫുകൾ നിൽക്കുക, അതിനാണ് ഏറ്റവും ശ്രേഷ്ഠത. പിന്നെ സ്ത്രീകൾ പിന്നിൽ നിൽക്കുക, ആണും പെണ്ണും കലരാതിരിക്കാനും പിന്നെ അന്യോന്യം പിന്നെ അടുത്ത് ആവാതിരിക്കാനുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. മനസ്സിലായില്ലേ? കൂടി കലരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. വേറെ സ്ഥലത്താകുമ്പോൾ ഇതിപ്പോൾ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യം സ്ത്രീയും പുരുഷനും ഇങ്ങനെ ഇടയിൽ നിന്നിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. മനസ്സിലായി? ഒരു ആണും പെണ്ണും ഇങ്ങനെ പിന്നെ ഓരോരുത്തരുടെ ഇടയിൽ കലർന്നിട്ട് ഇങ്ങനെ കൂടിയായിട്ട് നിസ്കരിച്ചിരുന്നത്. ചില സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വസ്ത്രം വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ഉടുമുണ്ട് ഇങ്ങനെ പൊക്കി കഴുത്തിലേക്ക് ബന്ധിച്ചിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പോൾ അവർ സുജൂദിൽക്ക് റുക്കൂൽക്കൊക്കെ പോകുമ്പോൾ ഈ വസ്ത്രം ഇങ്ങനെ പിന്നെ തൂങ്ങി നിൽക്കുകയും പിന്നെ പലർക്കും ഈ പിന്നെ
പിന്നെ അടിയിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഔറത്ത് വെളിപ്പെടുന്ന ഒരു വിഷയം ഒക്കെ വരും സ്ത്രീകളൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് എടുത്തുണ്ടാകുമ്പോൾ. അത് കാരണത്താൽ എന്ത് ചെയ്ത് സ്ത്രീകളുടെ സഫ് പിന്നിലാക്കി, പുരുഷന്മാരെ മുന്നിലാക്കി. അപ്പോൾ സ്ത്രീകൾ പിന്നിൽ നിസ്കരിച്ചിരുന്നു, പുരുഷന്മാർ പള്ളീൻ്റെ മുന്നിൽ നിസ്കരിച്ചിരുന്നു. അപ്പോൾ അതിൽ നൽകിയ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണെന്ത്? ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹ വശറുഹ ആഖിറുഹ വഖൈറു സുഫൂഫി നിസായി ആഖിറുഹ വശറുഹ അവ്വലുഹ എന്നുള്ളത്. തയ്യിബ്. ഇനി പെണ്ണുങ്ങൾ വേറെ സൗകര്യത്തിലാണ് നിസ്കരിക്കണമെങ്കിലോ? ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ മാതിരി, ആണുങ്ങൾ പള്ളീൻ്റെ മുന്നിലും പെണ്ണുങ്ങൾ പള്ളീൻ്റെ ബാക്കിലും അല്ല നിസ്കരിക്കണം. പെണ്ണുങ്ങൾ വേറെ സൗകര്യത്തിലാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങളുടെ സഫ് ഏതാണ് ഏറ്റവും നല്ലത്? അവസാനത്തെ സഫാണ് അതല്ല ആദ്യത്തെ സഫാണ്? ആദ്യത്തെ സഫാണ്. അതായത് ഒരു മസ്അലയുടെ ഹുക്മ് അതിൻ്റെ ഇല്ലത്തിനനുസരിച്ചാണെന്നാണ്. ഒരു മസ്അലയുടെ ഹുക്മുണ്ടല്ലോ, മതവിധി, അത് അതിൻ്റെ ഇല്ലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇവിടെ ഈ ഹുക്മ് പറയാൻ കാരണം എന്താ? അതിനൊരു ഇല്ലത്തുണ്ട്. സ്ത്രീയും പുരുഷനും എന്താണ്? പള്ളീൻ്റെ ഉള്ളിലാണ്, ഒരാളെ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതേസമയം പുരുഷൻ വേറെയാണ്, സ്ത്രീ വേറെയാണ് എങ്കിൽ മനസ്സിലല്ലേ? ഇത് പറയാനുള്ള ഇല്ലത്ത് അവിടെ അല്ല, കാരണം അവിടെ അല്ല. അതുകൊണ്ട് തന്നെ അസലെന്താണ്? ഒന്നാമത്തെ സഫ് അതിൽ സ്ഥാനം, മുൻ സഫുകളിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. അതാണിനും പെണ്ണിനും. ഖലാസ് ഖൈർ ഇൻഷാ അല്ലാഹ്. അതാണ് ഇമാം മുസ്ലിമിൻ്റെ ഹദീസ്. മുന്നിട്ട് നിൽക്കാൻ പാടുള്ളതല്ല. ഇനി ചില ഹദീസുകൾ അതിൽ വരും തോന്നുന്നു, നോക്കാം ഇൻഷാ അല്ലാഹ്. അതിനനുസരിച്ച് നമുക്ക് പറയാം. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.